മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി RYF പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൽ പ്രവേശിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ, സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഉള്ളിലേക്ക് കയറിയത്. വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചിരിക്കുകയും കാരണം വലിയ തരത്തിലുള്ള പ്രതിപക്ഷ സംഘടനകൾ പ്രക്ഷോഭം നടത്തുന്നതിനിടെ സെക്രട്ടേറിയറ്റിൽ കനത്ത രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം മറികടന്ന് RYF പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവേശിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടുത്തുവരെ എത്തി കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. ഇന്ന് കോൺഗ്രസ് നടത്തിയ DGP ഓഫീസ് മാർച്ചിൽ പ്രവർത്തകരെയും നേതാക്കളെയും ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. 5 പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി കരിങ്കൊടി പ്രതിഷേധത്തിന് മുതിർന്നത്. എന്തായാലും ഇവരെല്ലാം തന്നെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് നീക്കിയിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇത് സമാനമായ രീതിയിൽ DGPയുടെ ഔദ്യോഗിക വസതിയിലും മഹിളാ മോർച്ച പ്രവർത്തകർ കയറി പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് സെക്രട്ടേറിയറ്റിൽ നടന്നിരിക്കുന്നത്. ജയശങ്കർ, വലിയ രീതിയിലുള്ള പ്രതിഷേധം തലസ്ഥാനത്ത് മുഴുവനായി ഉണ്ടാകുന്ന പശ്ചാത്തലം സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് പരിസരത്തും കനത്ത സുരക്ഷയുണ്ടാകും. ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണ് ഈ പ്രതിഷേധക്കാർ? ജയശങ്കർ, പോലീസിന്റെ പ്രതിഷേധക്കാരെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് ഇതിലെ വിഷയം. പോലീസ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യവും അറിഞ്ഞില്ല. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. ഇവർ കരിങ്കൊടി ഉയർത്തിയതിനു ശേഷം മാത്രമാണ് പ്രതിഷേധിച്ചതിനു ശേഷം മാത്രമാണ് പോലീസിന് ആളുകളെ തിരിച്ചറിയായത്. പെട്ടെന്ന് തന്നെ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയുള്ള പോലീസും ഒപ്പം കന്റോൺമെന്റ് പോലീസും എത്തി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. എന്തായാലും പോലീസിന്റെ എല്ലാവിധ ജാഗ്രതയും എല്ലാവിധ നിരീക്ഷണങ്ങളും അട്ടിമറിച്ചുകൊണ്ടാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. കാരണം കഴിഞ്ഞ കുറെ ആഴ്ചകളായി സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ പോലീസ് വലിയ ജാഗ്രതയിലായിരുന്നു. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. എന്തായാലും വലിയ സുരക്ഷാ വീഴ്ചയാണ്. DGPയുടെ വസതിയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ശരി, RYF പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൽ കയറി പ്രതിഷേധിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. RYF സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്. ഇനി ഇപ്പോൾ കിട്ടിയത് കാണാം. പ്രേക്ഷകർക്കൊപ്പം ക്രിസ്റ്റീന ചെറിയാനും സോന ജെറിയും ചേരും. നമസ്കാരം.